എന്താ രസം എന്നറിയോ, അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലം. പക്ഷെ ഗൈസ്, അപ്പോൾ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വെള്ളാണിപ്പാറ കാണാൻ വന്നതാണ് കേട്ടോ. ട്രിവാൻഡ്രം ജില്ലയിലാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കാട്ടുതീയാണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, മൊത്തം കത്തി പിടിച്ചിട്ട് പുകയുന്നതാണ് കാണുന്നത് കേട്ടോ. ആള് കത്തുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പുക, ഭയങ്കര ഡിസ്റ്റർബൻസ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ എന്താണ് ഇതിങ്ങനെ കിടക്കണേന്ന് അറിഞ്ഞൂടാ. ഒട്ടും ക്ലീനല്ല. പിന്നെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന സ്ഥലമാണ്. ടൂറിസത്തിന് ഒരുപാട് സ്കോപ്പുള്ള സ്ഥലമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്ലീൻ അല്ല. ആരും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാതെ ഇട്ടേക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ വന്നപ്പോൾ തന്നെയുള്ള കാഴ്ചയാണ് ഈ കാട്ടുതീ ഇങ്ങനെ പിടിച്ച് കയറുന്നത്. അവിടെയൊക്കെ നല്ല രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറ്റുക? അവിടെ പക്ഷികളൊക്കെ പറന്ന് എടുക്കടി സൂം ചെയ്ത് പക്ഷികളൊക്കെ പറക്കുന്നുണ്ടോ? പരുന്തിൻ്റെ കൂട് കാണോ അവിടെ? ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിട്ടുള്ളത്. എന്താ ചെയ്യണ്ടേന്നറിയില്ല. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മിനി പൊന്മുടി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാനിക്കൽ പാറയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞു പോയ 2-3 കുപ്പികളല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ഈ പരിസരം മുഴുവൻ ഇതുപോലെ തന്നെ കുപ്പികളും സിഗരറ്റ് കുറ്റികളും സിഗരറ്റ് പാക്കറ്റുകളും അങ്ങനെ പലതര ചപ്പ് ചവറുകൾ വലിച്ചെറിഞ്ഞിട്ടും ഉപേക്ഷ രീതിയിലൊക്കെയാണ് കാണുന്നത്. കുപ്പികൾ അങ്ങനെ വെറുതെ വലിച്ചെറിഞ്ഞതും അല്ല കേട്ടോ. കുപ്പികൾ പൊട്ടിച്ച് കുപ്പിച്ചില്ലുകളൊക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുന്ന രീതിയിലാണുള്ളത്. എന്നാലും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴും സന്ദർശകരുടെ ഒഴുക്ക് തന്നെയാണ്. ഒരുപാട് സന്ദർശകർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും പേര് വരുന്ന ഒരു സ്ഥലം ഇങ്ങനെയും വൃത്തിഹീനമായി കിടക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടകരമാണ്. അതും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, ടൂറിസത്തിനൊക്കെ ഒരുപാട് സ്കോപ്പുള്ള ഒരു സ്ഥലം ഇങ്ങനെ നശിച്ചു കിടക്കുന്ന കാണുമ്പോൾ വളരെ സങ്കടമാണ്. ട്രിവാൻഡ്രം സിറ്റിയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ വെള്ളാനിക്കൽ പാറയുള്ളത്. ബൈപ്പാസിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വരാനേ ഉള്ളൂ, ഒരുപാട് അകത്തേക്കൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടൂറിസം ഒരുപാട് പോസിബിൾ ആയിട്ടുള്ള കാര്യവുമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മുമ്പ് ഇവിടെ ഒരുപാട് സന്ദർശകർ വരികയും നല്ല രീതിയിൽ ആയിരുന്ന ഒരു ടൂറിസം പ്ലേസ് തന്നെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതെന്തുകൊണ്ടാണ് അധികൃതരാരും ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോയതൊന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ, ഈ പാറയിൽ കാണുന്ന വെള്ള കളറിൽ കാണുന്ന എന്താണെന്ന് അറിയുമോ? മുഴുവൻ കുപ്പിച്ചില്ലാണ് കേട്ടോ. നടക്കാൻ വയ്യാത്ത രീതിയിൽ കുപ്പിച്ചില്ലാണുള്ളത്. അത്രയ്ക്കും വൃത്തികേടായിട്ടാണ് ഈ ഒരു പരിസരം മുഴുവൻ. ചില്ലുകുപ്പികൾ പൊട്ടിച്ചിട്ടേക്കാണ്. കിട്ടിയാ? ഇതിന് മോളിൽ കയറാമേ. സന്യസിക്കായിരുന്നോ? ഫോട്ടോ എടുക്ക. കൊള്ളാടാ, എനിക്കിഷ്ടപ്പെട്ട സ്ഥലം. പക്ഷെ ഇവരെന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന്. നമ്മളെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫുള്ള് വ്യൂ പോയിന്റ് കാണാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. ഈ ഭാഗത്തേക്ക് ആരും വരുന്നില്ല, കാരണം ഇവിടെ കുപ്പിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫുള്ള് കുപ്പിച്ചില്ലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയാൽ കാണാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ലോക്കാണ് കേട്ടോ. ലോക്ക് ചെയ്തിട്ടേക്കാം. കാരണം എനിക്ക് തോന്നുന്നു ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഏരിയ ആയതുകൊണ്ടേ ഈ ബിൽഡിങ്ങും കൂടെ അവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോലീസ് തന്നെ ലോക്ക് ചെയ്തായിരിക്കും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോലീസിൻ്റെ മുന്നറിയിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും അകത്തേക്ക് കയറാൻ പറ്റില്ല. മുകളിൽ നിന്നാൽ നല്ല കാഴ്ച കാണാമായിരുന്നു. പക്ഷെ അതെന്തായാലും മിസ് ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ദയവ് ചെയ്ത് ആരും നശിപ്പിക്കാതിരിക്കുക. പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മിസ്യൂസ് ചെയ്ത് ഇങ്ങനെ പൂട്ടിയൊക്കെ കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ ചെറിയ വിഷമമുണ്ട്. ബാ, നമുക്ക് അവിടെ പോകാം. ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ വന്നാൽ വടിയെടുത്തിട്ടുണ്ട്. ഈ ചെടി ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്.
കാടായിരിക്കും കേട്ടോ ഇതൊക്കെ. ക്യാമറ കൂടെ ചാടണോ? ചക്ക കിട്ടുന്നുണ്ടോ? ഈ മരം നോക്കി, ഈ മരം കണ്ടോ? നല്ല രസമല്ലേ അതിൻ്റെ പൂവും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ് കേട്ടോ അത്. എന്താ രസം എന്നറിയോ, അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലം. പക്ഷെ സങ്കടമാവുന്നു. ഒരിക്കലും ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് ഇവിടെ. കാരണം കുപ്പിച്ചില്ലാണ്, മക്കളെ ഒന്നും നമുക്ക് വിശ്വസിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഒരു ഫാമിലി കണ്ടു. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്, ആൾ വരുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഇങ്ങനെയാണ് കിടക്കുന്നത് സ്ഥലം. കണ്ടോ, ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ പോയിട്ട് ആ ടോപ്പിൽ കയറി നിന്നാൽ കാണാൻ നല്ലതായിരുന്നു. എന്തോ താല്പര്യമില്ല. ഇതെന്താ ഇത് പെട്ടല്ലോ. തീ കുറേ നേരമായിട്ട് നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആളി കത്തി മേലോട്ട് കയറുകയാണ്. അപ്പോൾ ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഇതും തീ ഇപ്പം അണച്ചേ പറ്റുള്ളൂ, കാരണം ഇത് കത്തി കത്തി മുകളിലോട്ട് പോവാണ്. അപ്പുറത്ത് കണ്ടോ റബ്ബറൊക്കെയാണ്, അപ്പോൾ ഇത് കത്തി കഴിഞ്ഞാൽ ആകെ പണിയാവും. അപ്പോൾ ആ സൈഡ് മൊത്തം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് തീ. ഗൈസ്, അപ്പോൾ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ടീം 4 പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേര് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടുത്തെ തീ കെടുത്താൻ വേണ്ടി പോയതാണ് കേട്ടോ. ഭയങ്കര റിസ്ക്കാണ് അങ്ങോട്ട് ഇറങ്ങി പോകുന്നതൊക്കെ തന്നെ. അവരവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സങ്കടമായി കണ്ടപ്പോൾ. പിന്നെ 2 പേര് മുകളിൽ തന്നെ നിന്നിട്ട് മുകളിലേക്ക് തീ കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നിട്ട് അത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ സൺസെറ്റ് കാണണ്ടേ നിങ്ങൾക്ക്, എന്ത് ഭംഗിയാന്ന് നോക്കിയേക്കേ. ഇത്രയും ബ്യൂട്ടിഫുൾ സൺസെറ്റാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അതാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. ഇതൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് കേട്ടോ, നമ്മളെ നാടിങ്ങനെ നശിച്ചു പോകുന്നത്. അവരങ്ങനെ ഇറങ്ങിപ്പോയി.
ഇപ്പോഴാണ് തീയുടെ ഭീകരത മനസ്സിലാവുന്നത് അല്ലേ? സേഫായിട്ടിരിക്കുകയാണ്. അത് കാറ്റിൻ്റെ ഇപ്പുറത്തേക്കാണ്. അവരവിടെയാണ് നോക്കുന്നത്. നേരം ഇരുട്ടി തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ, പക്ഷേ സേഫ് എൻഡിങ് ആണ്, കുഴപ്പമില്ല, അതിൽ കൂടുതൽ പോവില്ല എന്നൊക്കെയാണ് അവിടുന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്കും അതിൻ്റെ ഭീകരത ഇങ്ങനെ കാണാനുണ്ടായിരുന്നു, ആ മലമുകളിൽ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല, കാരണം അത്ര സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നില്ല, വളരെ ദുഃഖകരമായി തോന്നുന്ന ഒരു സാഹചര്യത്തിലുള്ള വീഡിയോ ആണ്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ.